എപ്പോഴും ശാന്തി. ഭഗവാന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് പല സ്ഥലങ്ങളിലും ഭഗവത് സപ്താഹം, നമ്മുടെ മുരളി ക്ലാസ് എന്നീ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കാര്യം, എൻ്റെ ചേഞ്ച് എന്താണ്, എനിക്ക് പരാജയമാണോ വിജയമാണോ, ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരേ ഒരു സ്ഥലം അവരവരുടെ മനസ്സ് മാത്രം. അവരവരുടെ മനസ്സ് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ചേഞ്ചിങ്ങിലാണ്. സത്യയുഗത്തിലുള്ള 9 ലക്ഷം പേരും ത്രേതായുഗത്തിലെ അവസാനത്തിലേക്ക് വേണ്ട 33 കോടി പേരും ഇവരും ചേഞ്ചിങ്ങിലാണ്. സത്യയുഗത്തിലേക്ക് 9 ലക്ഷം പേര് സ്വയം അറിഞ്ഞുകൊണ്ട് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ 33 കോടി പേര് അറിഞ്ഞുകൊണ്ടൊന്നും ചേഞ്ച് ചെയ്യില്ല. അവർക്ക് ഇടി കിട്ടി തന്നെ ചേഞ്ച് ആവുള്ളൂ. അവസാനത്തേക്കുള്ളവർക്ക് ഇടി കിട്ടി തന്നെ ചേഞ്ച് ആവുള്ളൂ. പക്ഷെ അവിടെ ചേഞ്ചിങ് നടക്കുന്നുണ്ട്. ഇവിടെ അറിഞ്ഞുകൊണ്ട് ചേഞ്ച് ആകുമ്പോൾ അവിടെ അറിയാതെ ചേഞ്ച് ആവുന്നുണ്ട്. ഇനി അവസാനത്തിലോ നമ്മുടെ ബാക്കി ധർമാത്മാക്കളും അതുപോലെ ഭക്താത്മാക്കളും മറ്റ് ഭക്തിയില്ല, ധർമ്മമില്ല, ഒന്നുമില്ലാത്ത അത്രയും മോശമായിട്ടുള്ള കനിഷ്ഠത്തിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമായ ആത്മാക്കൾ അവിടെയും ചേഞ്ച് നടക്കുന്നുണ്ട്. ഇതൊക്കെ ആധാരം ടോപ്പിലുള്ള ചേഞ്ചിങ്ങിന്റെ ബേസിലാണ്. അപ്പൊ എന്നും ചേഞ്ച് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ചേഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തോൽവി വിജയം ഇതല്ല. ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. തോൽവി ഉണ്ടാവും. കാരണം എന്താന്ന് വെച്ചാൽ ആരും ദൈവമല്ലല്ലോ. ആരും ദൈവമല്ല, മനുഷ്യനാണ്. 63 ജന്മത്തിലെ പാപങ്ങൾ ഉണ്ട്. അപ്പോൾ കറക്റ്റ് ഗൈഡൻസ് നൽകാൻ നല്ലൊരു ശരീരഗുരു ഉണ്ടെങ്കിൽ പോലും അവിടെ തോൽവി ഉണ്ടാവും. എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഗുരുവിനെ നിന്ദിക്കേണ്ടതായിട്ട് വരാം. ഇനി അതല്ലെങ്കിൽ സ്വയത്വത്തിനെ നിന്ദിക്കേണ്ടതായിട്ട് വരാം. പക്ഷെ ഇത് സ്വയം ചെയ്ത് ചേഞ്ച് ആക്കിക്കൊണ്ടേയിരിക്കുന്ന ഒരു സംഭവം. ചേഞ്ച് ആക്കുക എന്നുള്ളത് അതാത് സമയത്ത് കർമ്മം നമ്മൾ എന്താണോ ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഓരോ മിനിറ്റിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിന് ബേസ് ചെയ്ത് മുന്നോട്ട് പോവാന്നുള്ളൊരൊറ്റ ലക്ഷ്യം. ബാക്കിലേക്ക് പിടിച്ചു വലിക്കും. പല വിധത്തിൽ കർമ്മങ്ങൾ ബാക്കിലേക്ക് പിടിച്ചു വലിക്കുക തന്നെ ചെയ്യും. കാരണം എന്താ പറയുക, ചെയ്തു വെച്ചിട്ടുണ്ട്. ഓരോ മാധ്യമങ്ങളിലൂടെ നമ്മൾ അതിലേക്ക് പിടിച്ചു വലിക്കും. ശരീരത്തിന്റെ അതുപോലെ സാധന വൈഭവങ്ങളുടെ ആധാരത്തിലെല്ലാം പിടിച്ചു വലിക്കും ബാക്കിലേക്ക്. പക്ഷെ മുന്നിലേക്ക് കുതിക്കാനുള്ള ആ ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുക. പരാജയപ്പെടുത്താൻ രാവണൻ ഉണ്ടാവും. വീണ്ടും രാമൻ ജയിക്കാനായിട്ട് ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുക. ഓം ശാന്തി.